നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റിൽ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. കെട്ടിടത്തിലെ ഗ്ലാസ് ഭിത്തികൾ അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തി. ഗ്ലാസുകൾ ഉറപ്പിച്ചിരുന്ന മെറ്റൽ ചാനലുകൾ മോഷ്ടിച്ചു കടത്തിയതായി സംശയം. വർഗീയത പോലെയുള്ള വിപത്തുകളെ ഗൗരവമായി കാണണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലീസ് ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടതും അവരെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി. ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചതിനെതിരെ പ്രതിഷേധം വ്യാപകം. തൃശൂരിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ മേഖലകളിൽ തെരുവുനായ ആക്രമണം രൂക്ഷം. 3 പേർക്ക് കൂടി തെരുവുനായയുടെ കടിയേറ്റു. അഴീക്കോട് ഇതര സംസ്ഥാന ബോട്ടുകൾ നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതിനെ തുടർന്ന് കടലിൽ സംഘർഷം. 2 ബോട്ടുകൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പിടികൂടി. കടവല്ലൂർ കല്ലുംപുറത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ചാലിശ്ശേരി സ്വദേശി ബാബുവാണ് മരിച്ചത്. ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാവക്കാട് നഗരത്തിൽ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ പോലീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഷാഫി പറമ്പിൽ എംപിക്കെതിരെയുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ്, മുഹമ്മദ് ഇക്ബാൽ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ പേരാമ്പ്രയിൽ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്ത് പ്രകടനം നടത്തി. കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ കോടമുക്ക് ഉദ്ഘാടനം ചെയ്തു. മച്ചാട് കരുമത്രയിൽ നിരവധി പേർക്ക് തേനീച്ച കുത്തേറ്റു. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. ആരുടെയും നില ഗുരുതരമല്ല. മേത്തല പടന്നയിൽ വീട്ടിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 13.5 പവൻ സ്വർണം കവർന്നു. പടന്ന പൊയിലിങ്ങൽ ഷിഹാബിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ശബരിമല സ്വർണ്ണക്കൊളയിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തൃശൂരിൽ യുവമോർച്ചയുടെ പ്രതിഷേധം. രാമനിലയത്തിന് സമീപം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ദേശീയപാത കൊരട്ടി ഗവൺമെന്റ് ഇന്ത്യ പ്രസിന് സമീപം KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന് മണ്ണെടുത്ത സ്ഥലത്തായിരുന്നു തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടത്. നെഞ്ചുവേദനയെ തുടർന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ. വിദേശത്ത് ഓയിൽ കമ്പനിയിലേക്ക് വ്യാജ വിസ നൽകി 5.5 ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയെ തിരുവനന്തപുരത്ത് നിന്നും ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം ചന്തവിള സ്വദേശി കടവിള വീട്ടിൽ വിൻസാണ് പിടിയിലായത്. CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ജനപക്ഷ വികസന മുന്നേറ്റ മേഖലാ ജാഥയ്ക്ക് തുടക്കമായി. പാലപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. പോളിയോ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ച് പഴയന്നൂർ വെറ്റിനറി ആശുപത്രി. വെറ്റിനറി ഹോസ്പിറ്റലിൽ സ്ഥാപിച്ച ഹൈബ്രിഡ് സോളാർ പവർ പ്ലാന്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ നിർവഹിച്ചു. കൊരട്ടിപ്പള്ളിയിലെ തിരുനാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. പൂവൻകുല വഴിപാട് ആരംഭിച്ചു. ഫൊറോന വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് വെഞ്ചിരിപ്പ് നിർവഹിച്ചു. കൂട് തുറക്കൽ ശുശ്രൂഷ നാളെ. പാവറട്ടി പെരിങ്ങാട് പുഴയിൽ നിന്നും മണലെടുക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. പാവറട്ടി പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് മണൽ കയറ്റിയിടുന്നത്. പ്രളയത്തെ തുടർന്ന് പുഴയിൽ എക്കൽ മണ്ണ് അടിഞ്ഞുകൂടി പുഴ ഇല്ലാതാകുന്ന അവസ്ഥയിലായിരുന്നു. ഗവൺമെന്റ് LP ബോയ്സ് സ്കൂളിന്റെ കെട്ടിട ഉദ്ഘാടന സംഘാടക സമിതി രൂപീകരണ യോഗം ആനപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തിരൂർ പൊരൂർ VM-HM LP സ്കൂളിൽ അവതരിപ്പിക്കപ്പെട്ട ഓട്ടം തുള്ളൽ ആവേശമായി. തുള്ളൽ അവതരണത്തിന് തുള്ളൽ കലാകാരൻ കുഞ്ചൻ സ്മാരകം രാജേഷ് നേതൃത്വം നൽകി. ചേർപ്പ് വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവം 13 മുതൽ 15 വരെ നടക്കും. ചേർപ്പ് വിദ്യാഭ്യാസ ഉപജില്ലയിലെ 97 സ്കൂളുകളിൽ നിന്നായി 3173 വിദ്യാർത്ഥികൾ പങ്കെടുക്കും.
തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ സെൻസസ് ഉദ്യോഗസ്ഥരുടെ പിഴവ് മൂലം 5 പഞ്ചായത്തുകളിലെ സംവരണ സീറ്റുകൾ നഷ്ടപ്പെട്ടെന്ന് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷൈൻ നാട്ടിക. ഈ മാസം 18-ന് നടക്കുന്ന തളിക്കുളം ബ്ലോക്കിലെ സംവരണ നറുക്കെടുപ്പ് മാറ്റിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ശബരിമല ക്ഷേത്രം സംരക്ഷിക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ നാമജപയാത്ര സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി മുരളീധരൻ മലപ്പുറം ഉദ്ഘാടനം ചെയ്തു. വടൂക്കര സന്മാർഗദീപം വായനശാല കാർഷിക ക്ലബ്ബ് രൂപീകരണവും കർഷക സംഗമവും സംഘടിപ്പിച്ചു. കുറുക്കഞ്ചേരി കൃഷി ഓഫീസർ ബൈജു ബേബി ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ബുധനാഴ്ച വൈകിട്ട് ഫാദർ ക്ലിൻസൺ കാട്ടിപ്പറമ്പൻ തിരുനാൾ കൊടിയേറ്റം നിർവഹിക്കും. ഈ മാസം 23, 24 തീയതികളിലാണ് തിരുനാൾ. ഷാഫി പറമ്പിൽ എംപിയെയും കോൺഗ്രസ് നേതാക്കളെയും മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരം. ആരോഗ്യ കേന്ദ്രങ്ങളുടെ കാര്യക്ഷമത വ്യക്തമാക്കിയാണ് കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരമായ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് NQAS അംഗീകാരം ലഭിച്ചത്. ആൽഫ പാലിയേറ്റീവ് കെയർ നടപ്പാക്കുന്ന കമ്പാഷനേറ്റ് യൂത്ത് ഇനിഷ്യേറ്റീവ് സന്ദേശവുമായി സംഘടിപ്പിച്ച വാക്കത്തോൺ 15-ന് തൃശൂരിൽ നടക്കും. തെക്കേ ഗോപുര നടയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിവിധ സന്നദ്ധ സംഘടനാ നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുക്കും. വേൾഡ് വൈറ്റ് കെയിൻ ഡേയോടനുബന്ധിച്ച് ചൊവ്വാഴ്ച തൃശൂരിൽ വാക്കത്തോൺ സംഘടിപ്പിക്കും. തെക്കേ ഗോപുര നടയിൽ നിന്ന് ആരംഭിക്കുന്ന വാക്കത്തോൺ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ 68-ാം വാർഷികം നാളെ ആഘോഷിക്കും. വാർഷിക യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തകർച്ചയുടെ വക്കിലെന്ന് കോൺഗ്രസ്. ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് കൈമാറണമെന്നും കോൺഗ്രസ്. ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അർബുദത്തെ തുടർന്ന് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ച കോടശ്ശേരി സ്വദേശി നവനീതിന് ചികിത്സയ്ക്ക് നാട്ടുകാർ കൈകോർക്കുന്നു. തിങ്കളാഴ്ച ചാലക്കുടിയിലെ 3 സ്വകാര്യ ബസ്സുകൾ നവനീത് ചികിത്സാ സർവീസ് നടത്തും. ആധാരം എഴുത്ത് അസോസിയേഷൻ നേതൃസംഗമം തൃശൂരിൽ നടന്നു. മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദുകലാധരൻ അധ്യക്ഷത വഹിച്ചു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഹോസ്പിറ്റൽ പാലിയേറ്റീവ് കെയർ ദിനാചരണം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന ദിനാചരണം എഴുത്തുകാരി സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. അയ്യന്തോൾ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് 35 കളരികളിൽ നിന്നുള്ള 420 പേരാണ് പങ്കെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് നാളെ സമാപിക്കും. അടുത്ത വർഷത്തെ തൃശൂർ പൂരം പാറമേക്കാവ് വിഭാഗം ഇലഞ്ഞിത്തറ മേളം പ്രമാണിയായി കിഴക്കൂട്ട് അനിയന്മാരാരെ വീണ്ടും നിശ്ചയിച്ചു. പെരുവനം ഗോപാലകൃഷ്ണൻ മേളത്തിലും ചേർപ്പ് നന്ദൻ ഇലത്താളത്തിലും മച്ചാട് രാമചന്ദ്രൻ കൊമ്പ് കീഴൂട്ട് നന്ദൻ കുഴലിലും അണിനിരക്കും. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന സ്കിൽ പൂരം മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് CS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.